പ്രേം നസീർ സുഹൃത്ത് സമിതി കൊല്ലം ചാപ്റ്റർ 5ാം വാർഷികവും പ്രേം സിംഗേഴ്സ് ലോഗോ പ്രകാശനവും നടന്നു. കൊല്ലം വ്യാപാരി ഭവനിൽ നടന്ന വാർഷികാഘോഷം കൊല്ലം കോർപ്പറേഷൻ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് കൃപ വിനോദ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. സംഗീത സാംസ്കാരിക കലാരംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുത്തു. ഇന്നും പകരം വെക്കാനാവാത്ത അതുല്യ പ്രതിഭ പ്രേം നസീർ സാറിനെ അനുസ്മരിച്ചുകൊണ്ട് സംഘടനയുടെ കാലിക പ്രസക്തി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നസീർ സാറിന്റെ വിനയം കലാകാരന്മാർ മാതൃകയാക്കണമെന്ന് പ്രേം സിംഗേഴ്സ് ലോഗോ പ്രകാശനം നിർവഹിച്ചുകൊണ്ട് പ്രശസ്ത പിന്നണി ഗായിക ആലിസ് ഉണ്ണികൃഷ്ണൻ സംസാരിച്ചു. എന്താണ് സംഗീതം എന്ന് പറയുന്നത്? ആ 7 ചക്രങ്ങളിൽ ഇരിക്കുന്ന ഭഗവതി നിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ടാണ് സാ എന്നൊരു അക്ഷരം ഉച്ചരിക്കാൻ പോലും നമുക്ക് കഴിയുന്നത്. ശബ്ദം എന്ന് പറയുന്നത് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്. 70,000 നാടുകളെയും രസിപ്പിച്ചുകൊണ്ടാണ് ഒരു ശബ്ദം നമ്മുടെ നാവിലുണ്ടാവുന്നത്. അതുകൊണ്ട് ശബ്ദത്തിന്റെ ഒരു കൂട്ടായ്മയാണിത്. ഈ ശബ്ദത്തെ ബഹുമാനിക്കുവാൻ നിങ്ങൾ ആദ്യം പഠിക്കണം. ശബ്ദം എന്നത് ശക്തിയാണ്, ശക്തിപീഠങ്ങളാണ്. നമ്മൾ ഓരോരുത്തരും ശക്തിയാണ്, പ്രത്യേകിച്ചും സ്ത്രീകൾ. പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുന്ന ആതുര സേവന പ്രവർത്തികൾക്ക് ഊന്നൽ നൽകുന്ന പ്രേം നസീർ സുഹൃത്ത് സമിതി പോലുള്ള സംഘടനകൾ ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് വാർഷിക ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കൊല്ലം കോർപ്പറേഷൻ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് കൃപ വിനോദ് സംസാരിച്ചു. എല്ലാവർക്കും ആഴ്ചയിലായാലും മാസത്തിലായാലും എല്ലാവരും തമ്മിലൊന്ന് കണ്ട് പരസ്പരം സംവദിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. അത്തരത്തില് ഈ സുഹൃത്ത് സമിതി നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ഈ പരിപാടിയിലേക്ക് അല്ലെങ്കിൽ അവരെ മുന്നോട്ട് കൊണ്ടുവന്ന് ഗാനം ആലപിക്കുന്നതിന് വേണ്ടി പ്രതികൂലമായ സാഹചര്യങ്ങളുള്ളവരെ ഉയർത്തിക്കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള സംഘടനയുള്ള വളർത്താനുള്ള പ്രചോദനം അവർക്ക് നൽകിക്കൊണ്ട് എല്ലാവിധ ആശംസകളും ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ മുൻകൈ എടുത്ത എല്ലാ സംഘാടകർക്കും എന്റെ ആശംസകൾ. നമുക്കറിയാവുന്നത് പോലെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കൂടുതൽ ആളുകളെ ഇതിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരുപാട് യുവാക്കളുടെ പ്രാതിനിധ്യം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ പരിപാടി വളരെ മനോഹരമായി സംഘടിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇപ്പൊ കുട്ടികളൊക്കെ കൂടുതലും അവർ ഭയങ്കര എൻഗേജ്ഡ് ആയിട്ടുള്ള സമയമാണ്. വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമാണ് ഇങ്ങനെയുള്ള പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നതും ഇത്തരം പരിപാടികളിൽ വന്ന് പാടാൻ ശ്രമിക്കുന്നതും ഒക്കെ നമുക്കറിയാം. മയക്കുമരുന്ന് ഭീതി വിതയ്ക്കുന്ന ഈ കാലഘട്ടത്തിന്റെ ഇരകളാകാതിരിക്കാൻ ആരോഗ്യമുള്ള സമൂഹത്തെ വാർത്തെടുക്കുവാൻ സമിതി അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. കൃപ വിനോദ് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം ആഘോഷമാക്കിയ സമിതി അംഗങ്ങൾ അതിർത്തി കാത്ത് ജീവൻ ത്യജിച്ച ധീര രക്തസാക്ഷികളെ സ്മരിച്ചു. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. സമിതി കൊല്ലം ചാപ്റ്റർ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം അബ്ദുൾ ബാരിയുടെ അധ്യക്ഷതയിൽ വളരെ പഴയ കാലത്തെ കുറിച്ച് ഒന്ന് ഓർക്കാൻ ആഗ്രഹിക്കാനില്ല. ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയാതെ പോയാൽ കിട്ടാത്ത ഒരു കനിയാണ് പഴയ നമ്മുടെ കാലഘട്ടം. അത് പറയാതിരിക്കാൻ വയ്യ. പഴയ കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു വേദി, ഒരു സംരംഭം നമ്മുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുകയാണ്. അതിന് ഇന്ന് നമ്മുടെ നേരത്തെ മേയറോടും ഇതിനു മുമ്പുണ്ടായിരുന്ന മേയറോടും ഒക്കെ തന്നെ നമ്മൾ അപേക്ഷ രേഖാമൂലം തന്നെ നൽകിയിട്ടുള്ളതാണ്. ഇതിൽ കൂടിയ യോഗത്തിൽ സമിതി സംസ്ഥാന സെക്രട്ടറി തെക്കൻ സ്റ്റാർ ബാദുഷ സ്വാഗതം പറഞ്ഞു. മുറുകെ പിടിച്ചുകൊണ്ട് 5 വർഷം കൊണ്ടുപോകുന്ന പ്രിയപ്പെട്ട പ്രസിഡന്റ് അബ്ദുൽ ബാരി സാർ ഇന്ന് അതിന്റെ കൂടെ ഒരുപാട് കഠിനാധ്വാനം പരിശ്രമങ്ങൾ നടത്തി ഈ സംഘടന നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് ആത്മാർത്ഥത വിശ്വസിക്കുന്ന ശ്രീ ദിലീപ് പയ്യനും ശ്രീ ബാബു ജോർജും അതുപോലെ പ്രിയപ്പെട്ട സഹോദരന്മാർ മുഴുവൻ പ്രിയപ്പെട്ട കലാകാരന്മാർക്ക് ഇതിൽ പിന്നിൽ അണിനിരന്നതുകൊണ്ട് ഇന്ന് ഈ സംഘടന ഈ രീതിയിൽ പോവുകയാണ്. ജില്ലയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന സമിതി അംഗങ്ങളെ സമിതി സംസ്ഥാന നേതൃത്വം വിശിഷ്യ ആദരവ് നൽകി.
ഭാരവാഹികളായ സുൽഫിക്കർ, ദിലീപ് റൈമണ്ട്, ബാബു ജോർജ് എന്നിവർ കൃതജ്ഞത രേഖപ്പെടുത്തി. സമിതി അംഗങ്ങളായ നിരവധി കലാകാരന്മാർ ആലപിച്ച ഗാനസന്ധ്യയോടുകൂടി പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. ന്യൂസ് ഡെസ്ക്, എക്സ്പ്രസ് ന്യൂസ്.